കൂടുതലാവും. എന്താ വട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. വരുത്ത പന്തി പരട്ട നായെ, എന്തുവാണ് നിന്റെ വീഞ്ഞപ്പെട്ടിയിൽ 5 ഉണ്ട വളയ? നിന്റെ അപ്പ സർക്കസിലായിരുന്നു, അയക്ക് വളയത്തിൽ കൂടെ ചാട്ടമായിരുന്നു. എന്താ വട്ടോളി? ഒരു കാഞ്ചീപുരം പട്ടുസാരിക്ക് എത്ര രൂപ നിനക്കറിയാമോ? 10,000 രൂപ കൊടുക്കണോ? കാഞ്ചീപുരം സാരിയല്ലോ, ഒരു കാഞ്ചീപുരം സാരിയല്ലോ ചോദിച്ചോ. എന്റെ സുമേ, കാഞ്ചീപുരം സാരി ഒഴിച്ച് എന്ത് വേണം നീ പറഞ്ഞോ, മേടിച്ചു തരും. എന്നാ പിന്നെ ഒരു TV മേടിച്ചതാ. എന്തിന്? സീരിയൽ കാണാൻ. നീ നേരത്തെ പറഞ്ഞ കാഞ്ചീപുരം മഞ്ഞ വേണോ? നിങ്ങളുടെ ഈ ഒരു ഉണക്ക ആക്രിപ്പണി, ഈ ആക്രിപ്പണി കാരണം മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ എന്തൊരു നാണക്കേടാന്നറിയോ? എല്ലാരും എന്നോട് ചോദിക്കാം ഭർത്താവിന് എന്തോ ജോലി, ഭർത്താവിന് എന്തോ ജോലി എന്ന്. അവിടെ ആക്രിന്ന് ഞാൻ ആദ്യം ഒന്നും പറയത്തില്ലായിരുന്നു, ബേക്കറി എന്നായിരുന്നു പറയുന്നത്. പിന്നെ എടുത്ത് ചോദിക്കുമ്പോൾ ആക്രി എന്ന് പറയുന്നത്. അയ്യടി, നിനക്ക് ഇപ്പോഴാണ് നാണക്കേട്. എടി, എന്റെ കല്യാണം ആലോചിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ എന്റെ ബ്രോക്കർ വരുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറഞ്ഞല്ലേ? അന്ന് ഞാൻ ആക്രിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇപ്പോഴാണോ നിനക്ക് നാണക്കേട്? ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്റെ പൊന്നിയേട്ടാ, ബ്രോക്കർ വന്ന് പറഞ്ഞ എന്തോന്നറിയോ? സ്ക്രാപ്പ് ഡീലർ ആണെന്ന്. ഞാൻ വിചാരിച്ചാണ്ട് വലിയ ഉദ്യോഗസ്ഥനായി സ്ക്രാപ്പ് ഡീലർ എന്ന്. ഞാൻ ആക്രിക്കാരനാണെന്ന്. ആക്രിക്കാരനാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞാൻ കേട്ടത്തില്ലായിരുന്നു. ആക്രിക്കാരനായിരുന്നു കേട്ടത്തില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞാൻ രാവിലെ പാല് ചേർക്കാത്ത ഓട്സ് ആണ് കഴിക്കുന്നത്. അയ്യോ, ഞാൻ അവളെ വീട്ടിൽ പോയി, ഇവള് കഞ്ഞിയാണ് കുടിക്കുന്നത്. ഞാനൊരു കഞ്ഞിയും വറ്റലുമുളകും കൂടെ, ഉണക്കമുളകില്ലേ, മുടി ഇങ്ങനെ മകർച്ചയെ പോലെ ഉച്ചിയിൽ വെച്ച് കെട്ടിയിട്ട് കാള മരവിൽ ഇങ്ങനെ ഓരി കുടിക്കുന്നത്. ഒരു 10-11 മണിയാകുമ്പോ കട്ട് ഫ്രൂട്ട്സ് കഴിക്കും. ഈ കപ്പയൊക്കെ എന്താണ് കട്ട് ഫ്രൂട്ട്സ് ആയത്? എനിക്ക് മനസ്സിലായി.